അരുൺകുമാർ നേരത്തെ പറഞ്ഞതിനകത്ത് എനിക്ക് തോന്നുന്നു NIA ഭേദഗതി ബില്ലിൽ കോൺഗ്രസ് അംഗങ്ങൾ സഭയിൽ ഇരുന്നതിനെ കുറിച്ചാണ് ആന്റോ ആന്റണിയുടെ ആ പരാമർശം എന്നാണ് എനിക്ക് തോന്നുന്നത്. സോഷ്യൽ മീഡിയയിലൊക്കെ വന്നപ്പോൾ മാറിയതായിരിക്കും. എന്തായാലും സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ട് വന്ന സമയത്ത് അത് സഭകളിൽ ചർച്ചയ്ക്ക് വന്നപ്പോൾ വളരെ ശക്തമായി കോൺഗ്രസ് എതിർത്തിരുന്നു. ഇപ്പൊ രാജ്യസഭ ഈ ബില്ല് പാസ്സാക്കിയത് 105-നെതിരെ 125 വോട്ടുകൾക്കാണ്. അന്ന് ഗുലാം നബി ആസാദ് കോൺഗ്രസിലുണ്ട്. ഗുലാം നബി ആസാദാണ് അന്നത്തെ രാജ്യസഭാ കക്ഷി നേതാവ്. ഞാൻ വേണം അന്നത്തെ വാർത്ത വായിക്കാം. അദ്ദേഹം വളരെ ശക്തമായി ഈ വിഷയത്തിനെ എതിർക്കുന്നുണ്ട്. Earlier, the leader of opposition in the House, Ghulam Nabi Azad, asked why the amended bill did not include countries such as Bhutan, Sri Lanka and Myanmar. Congress MP Anand Sharma said the bill went against the preamble of the constitution and asked the BJP to introspect following violent protests against the law in the northeast. The army was earlier deployed in Assam. അങ്ങനെ തുടങ്ങി ആം ആദ്മി പാർട്ടി, കോൺഗ്രസ് തുടങ്ങിയ കക്ഷികളൊക്കെ ഈ സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ട് അന്ന് ആക്ടായിട്ടുള്ള ബില്ലാണ്. ആ ബില്ലിന്മേലുള്ള വോട്ടെടുപ്പിൽ അല്ലെങ്കിൽ ആ ചർച്ചയിൽ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ വരുമ്പോഴുള്ള ഒരു കൺഫ്യൂഷൻ ആണെന്ന് തോന്നുന്നു. ഞാൻ പറയാം, ഒറ്റ മിനിറ്റ്. അല്ല അഭിലാഷ്, ഇന്ന് ശ്രീ ആന്റോ ആന്റണി 2-3 ടേമായി ലോകസഭയിലുള്ള വ്യക്തി. ആ വ്യക്തിയോട് ഈ കേരളത്തിലെ മുഴുവൻ പത്രപ്രവർത്തകരും ചോദിച്ചു, പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യയുടെ പാർലമെന്റിൽ നിങ്ങൾ എതിർത്തിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എനിക്ക് ആ വിഷയത്തിൽ പഠിച്ചിട്ടേ മറുപടി പറയാൻ പറ്റൂ. ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരു MP ഇത്രയും സുപ്രധാനമായിട്ട് ഒരു ബില്ല് രാജ്യത്തിൽ പൗരത്വത്തിന്റെ മാനദണ്ഡം മതമായി മാറുന്ന സാഹചര്യത്തിൽ നിങ്ങൾ എതിർത്തോ എന്ന് ചോദിച്ചപ്പോൾ പോലും ഓർമ്മയില്ല, എനിക്ക് പഠിക്കണം എന്ന് പറഞ്ഞത് അവിടെ എതിർത്തിട്ട് വന്നിട്ടല്ല. കൃത്യമായി പറയുന്നു, ലോകസഭയിൽ കോൺഗ്രസിന്റെ ഒരു MP-മാരും അതിനെതിരെ കമാ എന്നൊരു അക്ഷരം ഉരിയാടിയിട്ടില്ല. രാഹുൽ ഗാന്ധി എന്ന മനുഷ്യൻ ആസാമിൽ എതിർത്ത് തോൽപ്പിക്കുമെന്ന് അതിന്റെ ഉറവിടത്തിൽ ചെന്ന ആസാമിൽ പറഞ്ഞ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള പാനലിനെതിരെ നിങ്ങളെ നുണപ്രചരണങ്ങൾ പറയേണ്ട കാര്യമില്ല സുഹൃത്തെ, കാര്യമില്ല. ഇവിടെ KSCBക്ക് ഏർപ്പെടുത്തിയ പിണറായി വിജയന്റെ ഇങ്ങനെയുള്ള കാര്യമില്ല. നിങ്ങൾ ആദ്യം കേസ് പിൻവലിക്ക്. നിങ്ങൾ KSCBയുടെ മാനദണ്ഡത്തിൽ നിന്ന് NPR മാറ്റ്. നിങ്ങൾ NPR മാറ്റ്. നിങ്ങൾ ട്രാൻസിഷൻ കേന്ദ്രം സ്ഥാപിച്ചില്ലേ കൊല്ലത്ത്? എന്താ ഈ ട്രാൻസിഷൻ കേന്ദ്രത്തിന്റെ മറ്റ് അജണ്ടകളും ലക്ഷ്യങ്ങളും ഒക്കെ? നിങ്ങൾ ആദ്യം KSCBയിലെ NPR മാറ്റി. സ്നേഹിത, രാഹുൽ ഗാന്ധിയാണ് ഈ രാജ്യത്തിനെതിരെ കത്തിജ്വലിച്ചത്. രാഹുൽ ഗാന്ധി ആ മനുഷ്യന്റെ നേതൃത്വത്തിലുള്ള പാനലാണ് കേരളത്തിൽ മത്സരിക്കുന്നത്. നുണ പറഞ്ഞിട്ട് കാര്യമില്ല. സ്നേഹിത, നുണ പറഞ്ഞിട്ട് കാര്യമില്ല. രാഹുൽ ഗാന്ധി ആസാമിൽ നിന്നാണ് പ്രഖ്യാപിച്ചത്. ആസാമിൽ നിന്ന് ഇതിന്റെ ഉറവിടത്തിൽ ചെന്ന് സ്നേഹിത, ഇവിടെ EDയും കസ്റ്റംസും NIAയും ഇൻകം ടാക്സും ഒക്കെ സഹായിക്കുന്ന പിണറായി വിജയനിൽ കേരളത്തിലെ ജനങ്ങൾക്ക് വിശ്വാസമില്ല. വാചാടോപങ്ങൾ കൊണ്ട് കാര്യമില്ല. ഇതിപ്പോ കേരളത്തിലെ ജനങ്ങൾ വാചാടോപങ്ങൾ കൊണ്ട് കാര്യമില്ല. കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശേഷിയുള്ള ആളുകളാണല്ലോ നിങ്ങൾ. കോൺഗ്രസും CPM തമ്മിൽ ഒരു ഇലക്ഷന്റെ ഘട്ടത്തിൽ ഇങ്ങനെ തർക്കിക്കല്ലേ? അത് വിടാം.